പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നല്ലൊരു ദിവസമാണ് കർത്താവിൻ്റെ പരിശുദ്ധ അമ്മയുടെ ദിവസം, ശനിയാഴ്ച. എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരുമിച്ച് അമ്മയുടെ കൂടെ നമ്മൾ ഇന്ന് മുന്നേറ്റമാണ്. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ പ്രാർത്ഥന ആവശ്യമാണ് മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. അനുദിന അനുഗ്രഹ പ്രാർത്ഥനയാണ് ഇന്നത്തെ ഈ ആവശ്യത്തിനും. നമ്മളൊരു പ്രാർത്ഥന കർത്താവ് നമുക്ക് തരണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ ആ കാര്യം പറഞ്ഞില്ലല്ലോ, എൻ്റെ ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്നൊന്നും പറയരുത്. കാര്യം ഒരു പ്രാർത്ഥന ദൈവം തരുമ്പോൾ ഇന്നത്തെ മുഴുവനും ലക്ഷക്കണക്കിന് മനുഷ്യരല്ലേ, 1,50,000 പേര് ഇപ്പോൾ ഈ പ്രാർത്ഥന കൂടുന്നുണ്ട്. നിങ്ങളത് ഷെയർ ചെയ്യണം കേട്ടോ. അങ്ങനെ ഷെയർ ചെയ്ത ഒത്തിരി പേരാണ് ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് കർത്താവിന് ഇത്രയും ജനങ്ങളിലേക്ക് റീച്ചാക്കിയിരിക്കണത്. അപ്പോൾ അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പ്രഭാതത്തിൽ എഴുന്നേറ്റതിന് ആദ്യം ചെയ്യേണ്ട ജോലി എന്താണ്? ഇത് സ്റ്റാറ്റസ് ഇടണം, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മളെ കർത്താവിൻ്റെ അനുഗ്രഹത്തെ ബ്ലെസ് ചെയ്യപ്പെടാൻ പോവുകയാണ്. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. അമ്മേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ കൃപാസ്ഥാനത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനശക്തിയാൽ അങ്ങയുടെ അവകാശം ഓഹരിയാവുന്ന മക്കളെ ഈ നിമിഷം പകരം ഞാൻ ഈ പ്രഭാതത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമേ. അടിപ്പഴ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളൊക്കെ ആവശ്യിക്കട്ടെ. നിങ്ങളുടെ വഴികളെ, നിങ്ങളുടെ കരങ്ങളെ കർത്താവ് ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ, മനസ്സിനെ, നിങ്ങളുടെ കരളിനെ നിനക്ക് നല്ല ഉറപ്പ് നൽകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ
ഇന്നത്തെ ഉദ്യമങ്ങൾ, ഇന്നത്തെ ചിന്തകൾ, ഇന്നത്തെ യാത്രകൾ, ഇന്നത്തെ ആലോചനകൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ യാത്രകൾ, നിങ്ങൾ ഇടപെടുന്ന വ്യക്തികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ കൈയൊപ്പിടുന്ന കടലാസുകൾ എല്ലാം കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി എന്ത് വിഷയമാണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ആ വിഷയത്തിന് മേലെല്ലാം ആരുടെ സഹായം നിങ്ങൾക്ക് വേണ്ടത്? എല്ലാത്തിനേക്കാൾ വലിയ സഹായം ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിൻ്റെ സഹായമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, കൊന്തെടുത്ത് പോക്കലിട്ടുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പേഴ്സിൽ വെച്ചുകൊണ്ട് തന്നെ നീ പോകണം. നീ പോകുന്ന സ്ഥലത്ത് 10 മനുഷ്യർ നിന്നെ കൊന്തയിരിക്കണ കണ്ടാലേ അത്രയും സംഭവമാണ്. എന്താ കാര്യം? നീ ദൈവത്തെ പരസ്യമായി ഏറ്റുപറഞ്ഞിരിക്കുന്നു. നീ ഏറ്റുപറഞ്ഞാൽ എന്താണ്? മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് മുമ്പിൽ ഞാനും നിങ്ങളെ ഏറ്റുപറയുന്നു പറഞ്ഞ കർത്താവ് നിങ്ങൾ പോകുന്നിടത്തെല്ലാം, അതേത് വിശ്വാസം ഇല്ലാത്തടത്ത് പോയി നീ പറഞ്ഞു ചെന്നാലും കർത്താവ് അവിടെ വെച്ച് നിന്നെ ഏറ്റുപറഞ്ഞിരിക്കും. അപ്പോൾ ദൈവം ഏറ്റുപറഞ്ഞാൽ പിന്നെ വേറെ ആരേറ്റു പറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു ചുക്ക് സംഭവിക്കത്തില്ല. അതുകൊണ്ട് ധൈര്യമായിരിക്കുക, സന്തോഷമായിരിക്കുക, ആവേശഭരിതരായിരിക്കുക, കർത്താവിൻ്റെ ആത്മാവിന് അഭിഷിക്തരാകുക. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ വീട്, നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ വിഷയങ്ങൾ, നിങ്ങളുടെ വസ്തുക്കൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ, ഇടപെടുന്ന വ്യക്തികൾ, ഇടപെടുന്ന കാര്യങ്ങൾ എല്ലാം ഇന്ന് രാത്രി തിരികെ എത്തണവരെ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നവരെ, നിങ്ങളുടെ ഉറക്കം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ മക്കൾ ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. So let us come to the point. ഹെബ്രായർ 13:5. ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനേ ഇത് നേരത്തെ നിങ്ങളോട് പറഞ്ഞ് കാണും, പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര കൊതിയാണ് ഇത് പറയാൻ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയത്, ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആവേശമാണ്. എന്താ വെച്ചാൽ നമ്മൾ ചില തൂക്കുമരത്തിൽ ചില മക്കൾ പോകത്തില്ലേ, മക്കളെ കയ്യിരിപ്പ് കൊണ്ടേ ചിലപ്പോൾ തൂക്കിക്കൊല്ലുമല്ല രാജ്യം. അപ്പോൾ തൂക്കിക്കൊല്ലുന്ന ദിവസം അവരുടെ അമ്മമാരുടെ ആ മക്കളുടെ അമ്മമാരുടെ അടുത്ത് വന്ന് പത്രക്കാരല്ലെങ്കിൽ TV-ക്കാർ ചോദിക്കും, നിങ്ങളുടെ മകനാണല്ലേ, സങ്കടമാണല്ലേ, എന്ത് തോന്നണം ഇപ്പം അവരെക്കുറിച്ചെന്ന് പറയുമ്പോൾ ചില അമ്മമാരെന്താ പറയുന്നത് അറിയാമോ? അവരെൻ്റെ വയറ്റിൽ ജനിക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കുറേ കേസുകൾ ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അമ്മമാർ പറയണേ, അവരെൻ്റെ വയറ്റിൽ ജനിക്കാതിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നെന്ന്. അത് ശരിയായിരിക്കും. ചിലപ്പോൾ 5 പേരും 10 പേരെയും നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെ കൊന്നിട്ടുള്ള ആൾക്കാരില്ലേ, അത്രയും ക്രൂരന്മാരെ ഞാൻ ജനിപ്പിച്ചില്ല എന്ന് ഓർക്കുമ്പോഴേ. പക്ഷെ ഞാനൊക്കെ ഓർക്കും പറയുവേ, അമ്മമാരൊക്കെ അങ്ങനെ പറയുമായിരിക്കും, പക്ഷേ നിൻ്റെ ദൈവം അങ്ങനെ ഒരിക്കലും പറയത്തില്ല നിന്നെക്കുറിച്ച്. നീ എത്ര മോശപ്പെട്ട ജീവിതമായി പോയാലും അകപ്പെട്ടു പോയാലും പറയത്തില്ല, ഞാൻ നിന്നെ ജനിപ്പിച്ചില്ലെന്ന് പറയത്തില്ല. അതാണ് പറയണത്. ഐ വിൽ നോട്ട് ഡിസോൺ യു. എന്തൊക്കെ അവസ്ഥയിലാണ് നീ കിടക്കുന്നത്, എന്ത് പാപാവസ്ഥയിലാണെങ്കിലും എൻ്റെ ദൈവവേദനെ ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ലെന്ന്, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല. നീ എൻ്റെതല്ലെന്ന് ഞാൻ പറയത്തില്ലെന്ന്, എൻ്റെതാണെന്നേ പറയത്തുള്ളൂ. ദാറ്റ് മീൻസ് നമ്മൾ ദൈവത്തിൻ്റെ അല്ലെന്ന് നമ്മൾ 1000 പ്രാവശ്യം പറഞ്ഞാലും ദൈവം പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെതാണ്. അതാണ് കർത്താവിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് നമ്മൾക്ക്. നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, അല്ല നമ്മൾ ദൈവമക്കളാണ് താനുമെന്ന്. അപ്പം ദൈവമക്കളുടെ ഒരു പ്രതിച്ഛായ ഏതെങ്കിലും കാരണവശാലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മക്കളെ, ഇത് ആരെല്ലാം നിങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ യുക്തിവാദികൾ നിങ്ങൾ വഴിപഴിപ്പിക്കും, ചിലപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയും നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകത്തിക്കളയും. എന്നാലും ദൈവം അറ്റ് എനി കോസ്റ്റ് ആരെല്ലാം വഴി നിങ്ങളുടെ തന്നെ കുഴപ്പം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പോയി നിരീശ്വരവാദത്തിൽ ചാടിക്കാണും. പക്ഷെ എന്നാലും പറയും, ഐ വിൽ നോട്ട് ഡിസോൺ യു. നീ എന്നെ ചിലപ്പോൾ ഉപേക്ഷിച്ച് കാണും, പാർട്ടിക്കാരെ കണ്ടപ്പോഴും യുക്തിവാദികളെ കണ്ടപ്പോഴുമൊക്കെ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കില്ല ചില ആൾക്കാർ. പക്ഷെ എന്നാലും ഐ വിൽ നോട്ട് ഡിസോൺ യു. ഞാൻ നിന്നെ ഒരു കാരണവശാലും ഉപേക്ഷിക്കത്തില്ലെന്ന്, തള്ളി പറയത്തില്ലെന്ന്. അപ്പോൾ ആ ഒരു ദൈവത്തിലേക്ക് എന്നെ കേൾക്കുന്നവർ എന്തവസ്ഥയിലായാലും എത്രയും വേഗം ആ സ്നേഹത്തിലേക്ക് തിരിച്ചു വരാൻ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കൾ അങ്ങയുടെ സ്നേഹം തിരിച്ചറിയാൻ ഇടയാക്കണം. എന്നെപ്പോലുള്ളവർ ജീവിത ജന്മം മുഴുവനും ഇതിനു വേണ്ടി സമർപ്പിക്കാൻ അങ്ങ് എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം തന്നെ
അങ്ങയുടെ സ്നേഹം എല്ലാ മക്കളിലേക്കും എത്തുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താനും കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കാനും വേണ്ടിയാണെങ്കിൽ കർത്താവ് ഈ പ്രാർത്ഥന കേട്ടിട്ട് അനേകം മക്കൾ ഇന്നു മുതൽ ദൈവത്തിനെ സ്നേഹിക്കാൻ തുടങ്ങാനും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാനും ഇടയാക്കണമേ. കർത്താവെ, പല നിരാശകളുണ്ട്. ദൈവം അത് തന്നില്ല, ഇത് തന്നില്ല, എനിക്ക് പക്ഷേ ദൈവം പ്രാർത്ഥിക്കാതെ കൊടുത്തു. അതുകൊണ്ട് പ്രാർത്ഥിക്കാതെയും ആത്മീയമായ ശൈത്യത്തിൽ ജീവിക്കുന്നവരുണ്ട്. അവരെ എവിടെയെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെടണം. അവരെല്ലാം ഉണർവ് പ്രാപിക്കണം. അവരെല്ലാം ഊർജ്ജസ്വലരായിട്ട് കർത്താവിൻ്റെ ചൈതന്യത്തിലേക്ക്, സുവിശേഷ സാക്ഷ്യത്തിലേക്ക് തിരിച്ചു വരാൻ ഇടയാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ.